Konnichiwa minasan. എൻ്റെ പേര് സോണറ്റ്, ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് മഹിത, ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ആൽബി, ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഞങ്ങൾ മൂന്നുപേരും ഒരു ഹാപ്പി ന്യൂസുമായിട്ടാണ് വന്നേക്കുന്നത്. ഇൻഡോ ജപ്പാൻ SSW പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് ഞങ്ങൾക്ക് ഈ മാസം 31-ാം തീയതി ജപ്പാനിലേക്ക് പോകാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്. ഈ ജാപ്പനീസ് പ്രോഗ്രാമിനെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞത് അജിനോറ ത്രൂ ആണ്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നത് JFT എക്സാം പാസ്സാവുക എന്നതാണ്. ഈ എക്സാമിന് വേണ്ടി ഞങ്ങളെ ഗൈഡ് ചെയ്തതും ഇതിൻ്റെ മെറ്റീരിയൽസ് തന്നതും എല്ലാം അജിനോറ ത്രൂ ആണ്. അജിനോറയുടെ ട്യൂട്ടേഴ്സ് ഞങ്ങൾ ഇതിനു വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഇതിലെ നെക്സ്റ്റ് ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത് JFT എക്സാം കഴിഞ്ഞതിന് ശേഷം ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഞങ്ങളുടെ ഭാഗ്യം എന്ന നിലയിൽ ഞങ്ങൾക്ക് ആദ്യം തന്നെ ഇൻ്റർവ്യൂ ഞങ്ങൾ ക്വാളിഫൈഡ് ആയി. ഇൻ്റർവ്യൂവിന് മുമ്പായിട്ട് ഇൻ്റർവ്യൂ പാസ്സാകാനുള്ള നെസസറി ആയിട്ടുള്ള ടിപ്സും മറ്റു കാര്യങ്ങളെല്ലാം അജിനോറയുടെ ട്രെയിനേഴ്സ് ഞങ്ങൾക്ക് നല്ല രീതിയിൽ പറഞ്ഞു തന്നതിനാൽ ഞങ്ങൾ ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ ഞങ്ങൾ ക്വാളിഫൈ ആയി. ഇൻ്റർവ്യൂ ക്വാളിഫൈഡ് ആയതിനു ശേഷമുള്ള അടുത്ത കടമ്പ എന്ന് പറയുന്നത് വിസ പ്രോസസ്സിംഗ് ആയിരുന്നു. അപ്പം മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നമുക്ക് ജപ്പാൻ്റെ കാര്യത്തിൽ ഒരു അറിവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം വിസ വരുന്നത് വരെ നമുക്ക് അതിനുവേണ്ട ഹെൽപ്പൊക്കെ ചെയ്തു തന്നത് അജിനോറയാണ്. ജപ്പാൻ്റെ വിസ എന്നുള്ളത് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് പവർഫുൾ ആയിട്ടുള്ള വിസയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രോസസ്സിങ്ങിന് നല്ല ടൈം എടുത്തിട്ടുണ്ട്. ഈ ടൈം ഡ്യൂറേഷനിലെല്ലാം നമുക്ക് വേണ്ട അപ്ഡേഷൻസ് എല്ലാം അജിനോറ ത്രൂ നമുക്ക് ലഭിക്കുകയുണ്ടായിരുന്നു. നമ്മൾ ഈ ജപ്പാൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് ഏകദേശം 1.5 വർഷത്തോളം സമയമെടുത്തു. JFT എക്സാമും വിസ പ്രോസസ്സിങ്ങും എല്ലാം കഴിയാനായിട്ട്. ഇത്രയും ടൈം എടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇതെങ്കിൽ പോലും നമ്മൾ നമ്മുടേതായ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഈ പ്രോഗ്രാമിൽ സക്സസ് ആവാൻ പറ്റും. ഞങ്ങൾ അതിനുള്ള എഫേർട്ട് ഇട്ടു. സോ ഞങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടി. ഞങ്ങൾ ഈ 31-ന് ജപ്പാനിലേക്ക് ഫ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇൻഡോ ജപ്പാൻ ഗവൺമെന്റിന്റെ കീഴിൽ SSW എന്ന പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തതിനും ജപ്പാനിലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി തന്നതിനും ഈ പ്രോസസ്സിംഗിലുടനീളം കൂടെ നിന്നതിനും a big thanks to Ajinora. Get set fly.